അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനൊരു വളരെ സങ്കടത്തോടാകട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ഓൺ വോയിസുമായിട്ട് വന്നത്. വേറൊന്നുമല്ല, എനിക്ക് ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ അകത്ത് ഒരു സ്ത്രീ എനിക്ക് എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് വളരെ നികൃഷ്ടമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് ഇടുകയും പോസ്റ്റിൻ്റെ അടി വന്ന് കമൻ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് വലിയ കാര്യമാക്കിയൊന്നുമില്ല. ഞാൻ ആദ്യമേ ജസ്റ്റ് ഫണ്ണാക്കി എടുത്തത്. പക്ഷേ പുള്ളിക്കാരി അതിര് കടന്ന് ഭയങ്കരമായിട്ട് ചീത്തവിളിയും കാര്യങ്ങളുമായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ വീഡിയോയും അതേപോലെ തന്നെ എൻ്റെയും കുഞ്ഞിൻ്റെയും വിശേഷങ്ങൾ മാത്രമേ പങ്കുവച്ചിട്ടുള്ളൂ. അല്ലാതെ വ്യക്തിപരമായിട്ട് ആർക്കും ഞാനൊരു ശല്യമാകുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളോ മറ്റുള്ളവർക്കൊരു കമൻറ്റുകളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മാത്രമേ ഞാൻ അതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു ഇൻസ്റ്റാഗ്രാം പേജാണത്. അപ്പോൾ ഒരു 36,000-ൻ്റെ മുകളിൽ എനിക്ക് ഫോളോവേഴ്സും ഉണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ ഒരു വരുമാന മാർഗ്ഗവും കൂടിയായിരുന്നു ഈ ഒരു അക്കൗണ്ടെന്ന് പറഞ്ഞാൽ. നമുക്ക് അതിൻ്റെ അകത്ത് സബ്സ്ക്രിപ്ഷൻ ചാനലുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിൻ്റെ അകത്ത് ന്യൂഡ് ഫോട്ടോസോ അല്ലെങ്കിൽ ന്യൂഡ് വീഡിയോസോ അല്ലെങ്കിൽ വൾഗാരിറ്റി നിറഞ്ഞതായ സെക്ഷൽ മൈൻഡുള്ള ഒരു കണ്ടൻറ്റോ ഒന്നും ഞാൻ അവിടെ കൊടുക്കുന്നില്ല. എൻ്റെ സാധാ ഫോട്ടോസും കാര്യങ്ങളും മാത്രമേ എൻ്റെ അകത്തുള്ളായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ ഞാൻ ആ ഒരു രീതി കൊണ്ടു നടക്കുന്നൊരു അക്കൗണ്ടായിരുന്നു. പക്ഷേ ഇന്നെനിക്കത് ആരൊക്കെയോ ചേർന്നൊരു 10 റിപ്പോർട്ടോളം പോയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഞാൻ എന്തായാലും മെറ്റയ്ക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അവരത് പരിശോധിച്ച ശേഷം മാത്രമേ നമ്മുടെ അക്കൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ചുമ്മാ പോലും ആരുടെയും കഞ്ഞി മണ്ണിടാൻ നിൽക്കരുത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളായിട്ട് തന്നെ ജീവിക്കുന്നത് ഏറ്റവും നല്ലത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാണ് ഇതൊക്കെ. ഈ കാണിക്കുന്നവർക്ക് സ്വയമായിട്ടൊരു കഴിവില്ലാത്തവരാണ് മറ്റുള്ളവരെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ ഇരിക്കുന്നല്ലോ എന്ന് ഓർത്തപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പം എന്നാ പറയണ്ടേ, ഞാൻ വെയിറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. ഇനി എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. അക്കൗണ്ട് ചിലപ്പോൾ എന്നേക്കായിട്ട് നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടും.